ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രേക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ബ്രേക്ക് എടുത്തിരിക്കണം. ഇപ്പോൾ നമ്മളൊരു പുസ്തക പുഴുവായിട്ട് ഈ പുസ്തകത്തിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് മണിക്കൂറുകളോളം ഇരുന്ന് 8 മണിക്കൂർ ഇരുന്ന് 10 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല. അതിന്റെ കാര്യമില്ല എന്ന് പറയാൻ കാര്യം, നമ്മളുടെ ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അല്ലെ. ഇപ്പൊ നോർമലി ഒരു 25 മിനിറ്റ്സ് അല്ല 30 മിനിറ്റ്സ് അല്ല 20 മിനിറ്റ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു അറ്റൻഷൻ സ്പാൻ ഉള്ളത്. അപ്പം അതിനുശേഷം നമ്മുടെ അറ്റൻഷൻ പോകും. അപ്പൊ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ നിന്ന് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. ഡിസ്ട്രാക്റ്റഡ് ആവും എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്റ്റഡ് ആവും എന്നല്ല അതിന്റെ അർത്ഥം. ചിലപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ടാവും, പക്ഷെ അത് തലയിലേക്ക് ഉയർന്നുണ്ടാവില്ല. നമ്മൾ ആ സമയത്ത് വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മൾട്ടിപ്പിൾ ടാസ്കിനെ പറ്റി നമ്മൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചിലപ്പോൾ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ പറ്റി ചിന്തിക്കും. ചിലപ്പോൾ നമ്മൾ ഡേ ഡ്രീം ചെയ്യുകയായിരിക്കും, നമ്മുടെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ പ്രശ്നങ്ങളെ പറ്റി ആലോചിക്കായിരിക്കും. നെഗറ്റീവ് തിങ്കിങ് ആവാം, പോസിറ്റീവ് തിങ്കിങ് ആവാം, എന്തുമാവാം. പക്ഷെ നിങ്ങൾ പുസ്തകത്തിന്റെ ഫ്രണ്ടിലാണെങ്കിൽ പോലും നമ്മളുടെ തോട്ട്സ് ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എഫക്റ്റീവ്ലി പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ 1 മണിക്കൂർ പുസ്തകത്തിന്റെ ഫ്രണ്ടിൽ ഇരുന്നാൽ നമുക്ക് എഫക്റ്റീവായിട്ട് ചിലപ്പോൾ പഠിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ അരമണിക്കൂറായിരിക്കും. ബാക്കി 30 മിനിറ്റ്സ് നമ്മൾ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ കോൺസെൻട്രേഷൻ അവിടെ ഇല്ല, നമ്മൾ മൈൻഡ്ഫുൾ അല്ല എന്നുള്ളതാണ്. അപ്പം മൈൻഡ്ഫുൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ബ്രേക്ക് എടുക്കണം. ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും ഡിപ്പെൻസ് ആണ്. ചിലപ്പം ചിലർക്ക് കുറെ സമയം കൂടി ഇരിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്. കാരണം നിങ്ങൾക്ക് ഒരു 25 മിനിറ്റ്സ് പഠിച്ചതിന് ശേഷം വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഇരുന്ന സ്ഥലത്ത് ഇരിക്കാതെ, അല്ലെങ്കിൽ പുസ്തകത്തിന്റെ ഫ്രണ്ടിൽ ഇരിക്കാതെ നിങ്ങൾ എവിടെയെങ്കിലും മാറിയിരിക്കുക, അല്ലെങ്കിൽ മറ്റാളുകളോട് സംസാരിക്കുക, ചായ കുടിക്കാൻ പോവാം, ഡാൻസ് ചെയ്യണമെങ്കിൽ ഡാൻസ് ചെയ്യുക. കാരണം ഒരു ഫിസിക്കൽ ഒരു എന്തെങ്കിലും ഒരു എക്സസൈസോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് കുറച്ചും കൂടെ നമ്മൾ എനർജറ്റിക് ആയിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത്. പിന്നെ ആ ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വന്ന് ഇരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ 30 മിനിറ്റ് നമ്മൾ പഠിച്ചതിന് ശേഷം 5 മിനിറ്റ് എന്ന് പറഞ്ഞ് പോയിട്ട് 50 മിനിറ്റ് ഇരുന്നിട്ട് തിരിച്ചു വരരുത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ തിരിച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് വരിക. പിന്നെ ഇതേ ഒരു ബ്രേക്ക് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് വളരെയധികം കുറയും. നമുക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ഡ്യൂറേഷൻ ഒരാൾ ഒറ്റ ഇരിപ്പിൽ 4 മണിക്കൂർ പഠിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ ആണ് നിങ്ങൾ ഒരു 4 മണിക്കൂർ ഏകദേശം ഒരു 8 ബ്രേക്ക് എടുത്ത് പഠിക്കുന്നു എന്ന് പറയുന്നത്. കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും, കുറച്ചും കൂടെ എന്താ പറയുക, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും കുറച്ചും കൂടെ ഈസിയുമായിരിക്കും.